മഞ്ഞുണ്ട്. അമ്മേ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണം, അപ്പം മഞ്ഞൊക്കെ കാണാം. ഞാൻ വീഴുന്ന വീഡിയോ എടുത്തിട്ട് കേട്ടോ. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് മണാലിയിലാണ്. അതും മഞ്ഞ് വീഴുന്ന മണാലിയിൽ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് മണാലിയിൽ സ്നോഫോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 വർഷമായിട്ട് ഇതിനു മുമ്പ് പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഈ അടുത്താണ് ഇതുപോലെ സ്നോഫോൾ ഉണ്ട്, ഇപ്പോൾ പോയാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ ഇന്നലെ പ്ലാൻ ചെയ്തു, ഇന്നിവിടെ എത്തി. അപ്പം അതാ കാണുന്നതാണ്. ഇത് മണാലി അല്ല, ആക്ച്വലി വസിഷ്ഠാണ്. മണാലിയിൽ നിന്ന് കുറച്ചും കൂടെ മേളിലേക്ക് കയറി വരുന്നൊരു പോർഷനാണ്. ഞങ്ങളുടെ സ്റ്റേ ഇവിടെയാണ്. വസിഷ്ഠിൻ്റെ ഗ്രാമങ്ങളിലേക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര. മറ്റ് പല ടെറൈനുകളിലും ഇങ്ങനെ ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാനാണെങ്കിലേ പണ്ട് മുതലേ വിൻ്റർ മൂവീസിൻ്റെ ആണെങ്കിൽ ഒരു കട്ട ഫാനാണ്. അപ്പോൾ എനിക്കാണ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്തോ സാന്റാക്ലോസ് വില്ലേജിലൊക്കെ വന്നിറങ്ങി ഒരു ഫീലാണ് കിട്ടിയത്. बस में आएगा और वो जिप्सी वाला कितना किया 4x4 जिप्सी कितना पैसा 3000 बना ली थी। ठीक है पतली को 5000 है सही है 10 है 5 तो नहीं होना 10 ही हो सकता ब्रेड ऑमलेट और मैगी. ओके ये नहीं देगा सिटी में देगा ഞങ്ങൾ ഇവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര നല്ല സമയത്താണ് വന്നത്. ജനുവരി ആകുമ്പോഴത്തേക്കും സ്നോഫോളൊക്കെ കഴിയും. പക്ഷേ വളരെ ലേറ്റ് ആയിട്ടാണ് സ്നോ വീണത്. അതുകൊണ്ട് ഭയങ്കര ബെസ്റ്റ് സമയത്താണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ ബെസ്റ്റ് സമയത്ത് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ കടകളും അടച്ചിട്ടേക്കായിരുന്നു. മഞ്ഞ് കാരണം പൊതുവെ കടകളും തുറക്കുണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകളൊക്കെ അവർ നിൽക്കുന്ന ഹോട്ടലിൽ തന്നെ കഴിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഹോട്ടലായിരുന്നു ഞങ്ങൾക്കൊന്നും തന്നില്ല. അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പം ഈ കട തുറന്നുകൊണ്ട് ഞങ്ങൾ പറാത്തയും എഗ് ഓംലേറ്റും മാഗിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറാത്ത കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചമ്മന്തി, എന്തോ പുളിയും പുതിനയിലയും ഇതൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോഴാണ് അവർ പറയുന്നത് ഇപ്പം ഭയങ്കര മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് മേളിലേക്ക് പച്ചക്കറി വണ്ടികളൊന്നും വരുന്നില്ല. പിന്നെ സ്കൂൾ ബസ് 3 കിലോമീറ്റർ അപ്പുറത്ത്, സ്കൂൾ 3 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ സ്കൂൾ ബസ് നേരത്തെ ഇവിടെ വരുമായിരുന്നു. ഇപ്പം മഞ്ഞായതുകൊണ്ട് ഇങ്ങോട്ട് വരില്ലാത്തതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സാണ്. ഞങ്ങൾ മറ്റേ കൈ കഴുകാൻ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കട്ടിയിട്ട് വരുന്നില്ല. അപ്പം ടിഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ടിഷ്യൂ പോലും സൂക്ഷിച്ചിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തീർന്നു പോകും. കാരണം അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികളൊന്നും ഇപ്പോൾ വരുന്നില്ല എന്ന്. അത്ര മഞ്ഞാണിപ്പോൾ. മലയാളികൾക്ക് എപ്പോഴും മണാലി ഒരു ഓവർ ക്രൗഡഡ് അല്ലെങ്കിൽ ഒരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഞങ്ങൾ വന്നതും ഏറെക്കുറെ അങ്ങനെ ഒരു സ്ഥലം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. പക്ഷെ സഞ്ചാരികൾ അധികമൊന്നും ഇല്ലാത്തൊരു മഞ്ഞ ഗ്രാമമാണ് ഞങ്ങൾ കണ്ടത്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏച്ചുകെട്ടുകളൊന്നും ഇല്ലാത്ത തനി നാടൻ ഗ്രാമീണ ജീവിതം കാണാൻ പറ്റി. കുറെ കൂടെ മുകളിലായിട്ടുള്ള വില്ലേജുകളിലേക്ക് പോകുന്ന വഴികളുടെ 2 വശത്തായിട്ട് മാർക്കറ്റുകളാണ്. നല്ല മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് തന്നെ പകുതിയിലധികവും അടഞ്ഞടക്കുകയായിരുന്നു. അതിനിടെ പോകുന്ന വഴിയിൽ തന്നെ കടയുടെ മുന്നിൽ മഞ്ഞ് മാറ്റുന്ന അമ്മൂമ്മയെ സഹായിച്ച് യുവതി മാതൃകയായി. മഞ്ഞ് വീഴ്ച നല്ല പോലെ ഉണ്ടതാ. ഇങ്ങനെ കൈ വെച്ചാൽ തന്നെ കയ്യിലേക്ക് വീഴുന്ന മഞ്ഞിൻ്റെ ഉണ്ടതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര അധികം മഞ്ഞ് വീണ് തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ അത്ഭുതം, ഇത് ഈ വെള്ളം വരുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എവിടെന്നാന്ന് അറിയില്ല. ഇത് ദൂരം മറ്റേ മലമുകളിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളമാണ് വരുന്നത് കേട്ടോ. അത് നല്ല തിളച്ച വെള്ളം. അതുപോലെ തന്നെ അമ്പലത്തിനടുത്ത് ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്.
കുളിക്കാനായിട്ട് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ്. അപ്പം പുക നല്ല മഞ്ഞൾ പുകയായിട്ട് നല്ല വിഷൻ ബ്ലറായിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പിട്ട് ആ ചൂട് വെള്ളം വരുമ്പോഴല്ലോ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സുഖം. മുഖത്തൊക്കെ ചെയ്യുമ്പോൾ ആഹോ അതൊക്കെ സുഖം. ഇങ്ങനെ മഴ നല്ല പെരുമഴ പെയ്യുന്ന കണക്കിനാണ് മഞ്ഞിതാ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദരിദ്രിയായിട്ട് ഞാൻ കൊണ്ട് ബുദ്ധിയായിട്ട് പാടില്ല. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ്. എനിക്കിങ്ങനെ സ്നോഫോൾ കാണണം എന്നുള്ളത് എൻ്റെ ഒരു ലോങ് ഡ്രീമായിരുന്നു. ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിച്ചില്ല. അത് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമില്ല. നല്ല കുടമാണ്. മണാലി എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നത് മണാലി ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഓവർ റേറ്റഡ് ഇതാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും മണാലിനേക്കാൾ കുറച്ചും കൂടെ രസം നിങ്ങൾ വരുമ്പോൾ വസിഷ്ഠ വരുമ്പോഴാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടെമ്പിളാണെങ്കിലും ഒരു വില്ലേജ് പോലത്തെ ഒരു ഫീലാണ് വസിഷ്ഠ എന്ന് പറയുന്നത്. മണാലി എന്ന് പറയുന്നത് ഒരു പക്ക ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരു മോൾ റോഡ്, ഷിംലയിലൊക്കെ ഉള്ള പോലത്തെ ഒരു മാൾ റോഡുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് മണാലി. പക്ഷെ വസിഷ്ഠ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഓഫ് ബീറ്റാണ്. കുറച്ചും കൂടെ ഇങ്ങനെ കയറി പോകുന്ന കുറേ വില്ലേജുകൾ, അവിടുത്തെ കുറച്ച് അമ്പലങ്ങൾ, ആളുകൾ താമസിക്കുന്ന വീടുകൾ, ആൾക്കാർക്ക് താമസിക്കാനുള്ള ഹോട്ടലുകൾ, അങ്ങനെയൊക്കെ. ഇല്ല നമ്മൾ അങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണിച്ചു. എന്തൊരാശ്വാസം. നല്ല ഫ്രഷ് സ്നോ. ആളുകളെല്ലാം മണാലി വരുന്നത് ഈ മഞ്ഞുവീഴ്ച എല്ലാം കാണാൻ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ഫസ്റ്റ് സ്നോഫോളാണിത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഡ്രസ്സ് ഇറക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ വരുന്ന ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് അവർക്കൊരു ദൈവം തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചൂടുവെള്ളം വരുന്നത്. അപ്പോൾ അവർക്ക് തുണി അലക്കാനാണെങ്കിലും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണിത്. അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ദൈവാനുഗ്രഹം എന്നാണ് ഇവർ പറയുന്നത്. ഏതോ ഒരു മായ ലോകത്ത് നിൽക്കുന്ന മഞ്ഞങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെയൊക്കെ 6 അടി താഴ്ചയിലെന്താണ് മഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഇപ്പോൾ വീണ്ടും ഫ്രഷ് മഞ്ഞ് ഒരു തിന്നാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തേക്കോ പോകുന്നത്? വസിഷ്ഠിൽ വന്നാൽ മതി. എനിക്ക് തോന്നുന്നു മണാലി പോലും ഇത്രയില്ല. കാരണം വസിഷ്ഠ കുറച്ചും കൂടെ ഹൈറ്റിലായതുകൊണ്ട് ഇവിടെയാന്ന് തോന്നുന്നു ഇത്രയും സ്നോഫോൾ. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നുമില്ല. കാരണം ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് മഞ്ഞ് വീഴുന്നത് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ തുതിരാ മഞ്ഞ് വീണിട്ട് ഇവിടെയൊക്കെ മറ്റേത് ഈ ക്രിസ്മസ് ടൈമിൽ ഏതോ ഒരു മായ ലോകത്ത് ചെന്ന് പെട്ട പോലെ തോന്നുന്നു. ഇതാണ് ബാബുഷ്ക മൗണ്ടൈൻ ഹോം, മണാലിയിലെ ചിഹ്നെന്നറിയപ്പെടുന്ന ബാബുക്കയുടെ കീറിവട മക്കളെ എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ കം കഫേയിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ട്രക്ക് ചെയ്ത് ബാബുക്ക അവിടെ ഉണ്ടെങ്കിൽ പോയിട്ട് ഒരു ലെമൺ ടീ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. കയറി വാടാ മക്കളെ. ബോർഡ് എടുക്കുന്നതാ.
ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് ചൂടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി പതുക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ ഇപ്പം അത്യാവശ്യം നല്ല ഹെവി സ്നോഫോളാണ്. അവർ പറഞ്ഞു ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്ന വഴിയിൽ മാർക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കും. 3 ഡിഗ്രിയാണ്. ഇന്നലെ രാത്രി 10 മണി തൊട്ട് ഭയങ്കര ഹെവി സ്നോഫോളാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പോഴത്തെ ഞങ്ങൾ നിന്ന നിപ്പിലാണ് നടന്നു വന്ന വഴിയിലൊക്കെ മഞ്ഞൊന്ന് അത്രയും ഹൈറ്റിൽ മൂടിയത്. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. കാരണം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങുവാണ്. നല്ലൊരു ഇത് നമ്മളാ പ്രത്യേകിച്ച് പറഞ്ഞു മൂപ്പരോട് പറഞ്ഞ് ഇതാക്കി നമ്മൾ ഒരു പാക്കേജ് വർത്തനമാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കിട്ടാൻ കാരണം ഞങ്ങൾ മഞ്ഞ് വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഇത്രയും കിട്ടും മഞ്ഞ് വീഴ്ച അല്ലല്ലേ. ഞങ്ങള് വസിഷ്ഠില്ല, മണാലിയിൽ എടുത്തില്ല, കുറച്ചും കൂടെ മേൽ ഇതിന്റെ താഴെ മണാലിയിൽ നിന്ന് കുറച്ച് മേലിലായിട്ടാണ് പോകുന്നത്. 3 ദിവസം അവിടെ തന്നെയാണ്. ഇനിയിപ്പോ എന്നാ റിട്ടേൺ? പിന്നെ വ്യാഴാഴ്ച ആണ് ഇവിടുന്ന് റിട്ടേൺ വരുന്നത്. ശനിയാഴ്ച ഞായറാഴ്ച നാട്ടിലെത്തുന്നു വിചാരിക്കും. ഇത്ര അധികം മഞ്ഞുണ്ടാവുന്ന യാതൊരു പ്രതീക്ഷയില്ലാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സജ്ജീകരണം ഇല്ലാതാണ് ഞങ്ങൾ വന്നത്. നല്ല ഗ്രിപ്പുള്ള ഷൂസ് ആയതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് മുകളിലേക്ക് എത്തിപ്പെട്ടത്. താഴേക്കാണ് ഇതായി കാണുന്ന പോലെ വീണും നിരങ്ങിയും ഇരുന്നുമൊക്കെ എങ്ങനെയൊക്കെയോ എത്തിപ്പെടുമായിരുന്നു. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് നൂല് പോലെ മഴ പെയ്യുന്ന പോലത്തെ മഞ്ഞാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മുടെ വില്ലേജിലേക്ക് ട്രക്കിന് പോകുന്ന സമയത്ത് ഫ്രിഡ്ജിലൊക്കെ കാണുന്ന പോലെ കുറച്ച് കട്ടി മഞ്ഞ് കിട്ടി. ഇപ്പോൾ പിന്നെതാ ഇതുപോലെ തെർമോക്കോളിൻ്റെ അകത്ത് ഇങ്ങനെ പൊഴിച്ചിട്ടേക്കുന്ന പോലെ മുത്ത് പെയ്യുന്ന പോലത്തെ മഞ്ഞാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി വൈകിട്ട് മാൾ റോഡ് പോകും. ഞങ്ങൾ റൂമിൽ കുറച്ചൊരു റെസ്റ്റ് എടുത്തൊരു 5:30-6 മണിയായപ്പം മാൾ റോഡിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഈ നാട്ടിലെ തുലാവർഷത്തിന് ഇറങ്ങുമ്പോൾ അത്ര നേരം മഴയില്ല. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര മഴ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇറങ്ങിയതിന് പുറകെ സ്നോഫോൾ തുടങ്ങിയതും രാവിലെ കണ്ട പോലില്ല, അതിനേക്കാൾ ഇരട്ടി മഞ്ഞ് കട്ട താഴെ കിടന്ന പോലത്തെ സ്നോഫോള്. അപ്പം മാൾ റോഡ് ജസ്റ്റ് ഒന്ന് കറങ്ങി ഷോപ്പിങ്ങൊന്നും ചെയ്യുന്നില്ല, എന്നാലും ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് എനിക്ക് വിചാരിക്കുകയാണ്. ഇത്ര മഞ്ഞ് വീഴ്ചടുത്തുനിന്ന് ഒരിക്കലെങ്കിലും സ്റ്റോറീസ് ഓഫ് സാവിന്റെ ക്ലൈമാക്സ് പറയാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇന്ന് ഇതാ മണാലിയിലെ ഈ മോൾ റോഡിൽ വെച്ചിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഞങ്ങളെ ഫിലിത്തോട് എനിക്ക് പറഞ്ഞും കാണിക്കാനൊന്നും എത്ര മാത്രം തോന്നുന്നതാണ്. മഞ്ഞി പൊഴിച്ചിട പോലെ അത്ര മഞ്ഞാണ്, അത്ര മഞ്ഞിന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. മഞ്ഞും മഴയും മണലും ലൈഫിൽ എപ്പോഴെങ്കിലും കണ്ടിരിക്കണം എന്ന് പറയുന്ന പോലെ എന്റെ ലൈഫിലെ ഫസ്റ്റ് സ്നോഫോൾ ആണിത്. എല്ലാവരും ഒരിക്കലും എന്തിനാണ് നമ്മള് യൂറോപ്പിലൊക്കെ പോകുന്നത്, മണാലി വന്നപ്പോഴേ ഇത്ര സ്നോഫോൾ എനിക്കൊരു റീൽസിലൊക്കെ കാണുന്നത് ഇത്ര റിയൽ ആണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അത്ര നന്നായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റോറീസ് ഓഫ് സാറിന്റെ മറ്റ് യാത്രാ വിവരങ്ങളായിട്ട് ഞങ്ങള് വീണ്ടും വരുന്നതാണ്. അതെ, ബൈ ബൈ.